ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 46-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. 4-ാം അധ്യായത്തിൽ നിന്ന് നാം ഇന്നും കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് തുടർന്ന് ചിന്തിക്കുകയാണ്. 1-2 വാക്യങ്ങൾ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് അങ്ങേ വായിച്ച് കേൾപ്പിക്കട്ടെ. ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രയേലിനും വന്നിട്ട് ഇസ്രയേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. യബനേസറിനരികെ പാളയമിറങ്ങി. ഫെലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫെലിസ്ത്യർ ഇസ്രയേലിൻ്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രയേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ ഫെലിസ്ത്യർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രയേൽ ജനം ഫെലിസ്ത്യരോട് തോറ്റുപോകുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത്: പടജനം പാളയത്തിൽ വന്നാറെ ഇസ്രയേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയതെന്ത്? അവിടെ ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്ന് ഇസ്രയേൽ മൂപ്പന്മാർക്ക് വേഗത്തിൽ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. എന്താണ് അവിടെ നാം വായിച്ചത്? ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയതെന്ത്? ദൈവം തങ്ങളോട് കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് തങ്ങൾ പരാജയപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യം ഇസ്രയേൽ മൂപ്പന്മാർക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വസ്തുത ഇവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ നിന്ന് ആത്മീയമായിട്ടുള്ള ഒരു സത്യം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവജനത്തിന് എപ്പോഴും പോരാട്ടമുണ്ട്. ദൈവത്തിൻ്റെ സഭയോട് നിരന്തരമായിട്ടുള്ള പോരാട്ടം ദുഷ്ടാത്മസേനയ്ക്കുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന വിഷയമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളിൽ തന്നെ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവിൻ്റെ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പണിയപ്പെട്ട ആദ്യ നാൾ മുതൽ തന്നെ പാതാള ഗോപുരങ്ങൾക്ക് ദൈവത്തിൻ്റെ സഭയോട് നിരന്തര പോരാട്ടമുണ്ട് എന്നുള്ളത് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്? അങ്ങായിരിക്കുന്ന പ്രാദേശിക സഭയ്ക്കകത്ത് യാതൊരു തരത്തിലും പിശാച് ജയിക്കുവാൻ ഇടയാകരുത്. പിശാചിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുവാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുമ്പോൾ, ദൈവഹിതത്തിന് വിപരീതമായി നിൽക്കുമ്പോൾ, ദൈവസഭയിൽ ഉചിതമല്ലാത്തത് പറയുമ്പോൾ, കർത്താവ് ആഗ്രഹിക്കാത്തത് സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓർക്കണം, അത് പാതാള ഗോപുരങ്ങൾക്കുള്ള അനുകൂല നിലപാടാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. ദൈവസഭയ്ക്ക് എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. നിരന്തരം പാതാള ഗോപുരങ്ങൾ കർത്താവിൻ്റെ സഭയ്ക്കെതിരെ നിരന്നു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ വിശ്വാസിക്കും പിശാചിനോടും അവൻ്റെ സൈന്യത്തോടും പോരാട്ടമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന വിഷയമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ പോരാട്ടക്കളത്തിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കേണ്ടുന്ന വിഷയവും നമുക്കവിടെ വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ആശ്രയിച്ച് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ്. കാരണം എന്താ? ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. നാം ജയിച്ചവൻ്റെ പാളയത്തിലാണ്. നമ്മുടെ കർത്താവ് സർവ്വസൈന്യാധിപനായി
സമൃദ്ധമായി ദൈവസഭയുടെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സൃഷ്ടാവായ ദൈവമാണ്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലുതാണ്, യാതൊരു സംശയവും വേണ്ട. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരുവന് ദുഷ്ടാത്മസേനകളെ പരാജയപ്പെടുത്തുവാൻ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ, പാപത്താൽ നാം അശുദ്ധരായി തീർന്നാൽ, നാം കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ ഇരുന്നാൽ, നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ചിന്തകളോട്, പാപത്തിൻ്റെ പ്രവൃത്തികളോട് നാം കൂട്ടുകൂടിയാൽ ആത്മീയമായിട്ടുള്ള പരാജയം നമുക്ക് സംഭവിക്കും എന്നുള്ളതും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി തന്നെ ഓരോ വിശ്വാസികൾക്കുമുള്ള ഓർമ്മപ്പെടുത്തലായി നമുക്ക് നൽകുന്ന വിഷയമാണ്. ഒരു വിശ്വാസി ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ കാരണക്കാരൻ സ്വർഗത്തിലെ ദൈവമല്ല, മറിച്ച് എന്താണെന്നറിയാമോ? അത് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചയുടെ പരിണിത ഫലമാണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, കഴിഞ്ഞ നാളുകളിൽ പരാജയം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാനായിട്ട് സാധിക്കണം. എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചു? അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിപ്പാനായിട്ട് മറന്നുപോയി. ഫെലിസ്ത്യ സൈന്യത്തിനെ പരാജയപ്പെടുത്തുവാൻ ഇസ്രായേലിന് കഴിയും, കാരണം ഇസ്രായേലിൻ്റെ കൂടെ ദൈവമുണ്ട്. എന്നാൽ ഫെലിസ്ത്യരോട് ഇസ്രായേൽ പരാജയപ്പെട്ടപ്പോൾ അതിനൊരു കാരണമായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്ത വസ്തുത, ദൈവം അവരോടൊപ്പം ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലമല്ലെങ്കിൽ, ലോകം മുഴുവൻ നമുക്ക് അനുകൂലമാണെങ്കിലും നമുക്ക് പരാജയം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, ദൈവം അനുകൂലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. ഈ പ്രത്യേകമായ സമയങ്ങളിൽ ഒരുപാട് ദൈവകൃപയ്ക്കു വേണ്ടി നമുക്ക് യാചിക്കാം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ സമയങ്ങളിൽ വിജയിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമുക്ക് നടന്നു കയറാം. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പരാജയങ്ങളെ ദൈവത്തോട് സമ്മതിക്കുവാനും, കർത്താവെ, ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുന്നവളായി എന്നെ കാണപ്പെടുവാൻ വലിയ കൃപ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ദൈവപക്ഷത്തേക്ക് ചേർന്ന് നിന്ന് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.